ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. കുറച്ചധികം കാലമായിട്ട് നമ്മൾ ഫോർച്യൂണറിൻ്റെ അപ്ഡേറ്റ്സ് വരുന്നു, അതുപോലെ ഫോർച്യൂണറിൻ്റെ പുതിയ ജനറേഷൻ വരുന്നു എന്നൊക്കെ കേൾക്കുന്നതാണ്. പക്ഷേ അതിനെപ്പറ്റിയുള്ള ടെസ്റ്റിങ്ങോ സാധനങ്ങളൊന്നും ടൊയോട്ട ഇതുവരെ തുടങ്ങിയിട്ടില്ല. 2025 പുതിയ വണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. 26 ഫോർച്യൂണർ കംപ്ലീറ്റ് ജനറേഷൻ മാറി ഹൈബ്രിഡൊക്കെ വരും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ ഹൈക്രോസ് ഒക്കെ വന്ന പോലെ. എന്തായാലും അതിനെപ്പറ്റി ഇപ്പോഴും കാര്യമായിട്ടുള്ള വിവരമൊന്നും ഇല്ലെങ്കിലും ടൊയോട്ട ഇപ്പോൾ നിലവിലുള്ള ഫോർച്യൂണർ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സംഭവം ഇത്രയും കാലം നമുക്കത് ആകെപ്പാടെ പെട്രോൾ ഡീസൽ രണ്ട് പവർ ട്രെയിൻ ഓപ്ഷൻസിലായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഇനി മുതൽ ഒരു മൈൽഡ് ഹൈബ്രിഡ് പവർ ട്രെയിനും കൂടെ അവൈലബിൾ ആയിരിക്കും. ഇത് ഡീസലിൻ്റെ കൂടെയാണ് കിട്ടുന്നത്. സാധാരണ എല്ലാവരും ഹൈബ്രിഡ് പെട്രോളിൻ്റെ കൂടെയാണല്ലോ കൊടുക്കാറ്. പിന്നെ ഇത് മൈൽഡ് ഹൈബ്രിഡ് ആണ്. നമ്മുടെ ഹൈറൈഡറും അതുപോലെ ക്യാമറയും അങ്ങനത്തെ വണ്ടികളൊക്കെ കിട്ടുന്ന പോലെ ഒരു ഫുൾ ബ്ലോൺ സ്ട്രോങ് ഹൈബ്രിഡ് സിസ്റ്റം അല്ല. അത് നമ്മുടെ 2.8 ഡീസലാണ് കൊടുത്തിരിക്കുന്നത്, പെട്രോളല്ല കൊടുത്തിരിക്കുന്നത്. 2.8 ഡീസൽ മൈൽഡ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ പവറിൽ അങ്ങനെ വലിയ ഹൈപ്പൊന്നും വന്നിട്ടില്ല. സെയിം 204 PS പവറും അതുപോലെ 500 Nm ടോർക്കും തന്നെയാണ് വരുന്നത്. പിന്നെ ഇവർ മൈൽഡ് ഹൈബ്രിഡ് കൊടുത്തിരിക്കുന്ന ഇതിൻ്റെ ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കിൻ്റെ കൂടെ 6P ടോക്ക് കൺവെർട്ടറാണ് വരുന്നത്. അതിൻ്റെ അകത്ത് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിരിക്കുള്ളൂ. ഇതൊരു 48 വോൾട്ട്സിൻ്റെ മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റമാണ്. 48 വോൾട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതുകൊണ്ട് കാര്യമായിട്ടുള്ള ഉപയോഗമൊന്നും നമുക്ക് കിട്ടാനില്ല. എന്ന് വെച്ചാൽ അവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റത്തിൻ്റെ കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ വണ്ടി കുറച്ച് നേരം നിർത്തി, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ട്രാഫിക്കിൽ നിർത്തി, അപ്പോൾ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. അതിൻ്റെ ഇടയ്ക്ക് ഈ ബാറ്ററി നമ്മുടെ വണ്ടിക്ക് ഡയറക്റ്റ് പവർ കൊടുക്കും. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റത്തിൽ വരുന്ന ഹൈബ്രിഡ്. അല്ലാതെ ഇതുകൊണ്ട് പിന്നെ ചെറിയൊരു ലോ ആൻഡ് ടോർക്ക് ബൂസ്റ്റ് ഉണ്ടാവുന്നവർ പറയുന്നു. പക്ഷേ അത് നമുക്ക് എന്തായാലും ഓൺ പേപ്പർ ഫിഗേഴ്സിലൊന്നും കൂടുതലായിട്ട് കാണിക്കാനൊന്നുമില്ല. പിന്നെ ബാറ്ററിയുടെ സൈസ് അവർ പറഞ്ഞിട്ടില്ല. മിക്കവാറും വളരെ ചെറിയ ബാറ്ററി പാക്ക് ആയിരിക്കും ഉണ്ടാവുക. ലിഥിയം അയൺ ബാറ്ററി പാക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഇൻറ്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്ററും കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ മൈൽഡ് ഹൈബ്രിഡ് പവർ ട്രെയിനിൻ്റെ കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്നത്. പവർ ട്രെയിൻ ആസച്ച് എടുത്ത് നോക്കുമ്പം പിന്നെ കുറച്ച് ഫീച്ചേഴ്സും അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ പറയാം. ഈ മൈൽഡ് ഹൈബ്രിഡ് മോഡൽസിനെ ടൊയോട്ട നിയോ ഡ്രൈവ് എന്നാണ് വിളിക്കുന്നത്. ഹൈ റൈഡറിലും അങ്ങനെ തന്നെയായിരുന്നു. ഇതിൻ്റെ അകത്തും സെയിം ആ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഹൈ റൈഡറിൽ പക്ഷേ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് ഉണ്ടായിരുന്നു, അതിനെ ഒരു ഹൈബ്രിഡ് എന്ന് വിളിക്കുമായിരുന്നു. പക്ഷേ അതിൻ്റെ അകത്ത് ഇപ്പോൾ അങ്ങനെ വിളിക്കാനൊന്നും വന്നിട്ടില്ല. പുതിയ ജനറേഷൻ എന്തായാലും ഹൈബ്രിഡ് ആയിരിക്കും, അത് നമുക്കറിയാം. അതിന് മുന്നേ ഉള്ള ജസ്റ്റ് ഒരു ചവിട്ടുപടിയായിട്ട് വേണമെങ്കിൽ ഇതിനെ പറയാം. ഇത് ആക്ച്വലി ഒരു ഇൻ്റർനാഷണലിലൊക്കെ ഇറക്കിയിട്ടുള്ളതാണ്. ഹൈലക്സിലും അതുപോലെ ഫോർച്യൂണർ, അതായത് ഈ ഒരു 2.8 ഡീസലിലൂടെ ഹൈബ്രിഡ് സിസ്റ്റം അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഫീച്ചേഴ്സിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എക്സ്റ്റീരിയറിൽ ഇതിൻ്റെ അകത്ത് നിയോ ഡ്രൈവിൻ്റെ ബാഡ്ജിങ് മാത്രമേ അഡീഷണൽ ആയിട്ട് കിട്ടുന്നുള്ളൂ. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴേക്കും പുതിയ ഒരു 360° ക്യാമറ ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഡീലർഷിപ്പിൽ നിന്ന് തന്നെയാണ് ഫിറ്റ് ചെയ്ത് വരുന്നതാണ് ഞാൻ കേട്ടത്. എന്തായാലും ഈ ഒരു മോഡൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് അഡീഷണൽ പൈസ കൊടുത്തൊന്നും വെക്കേണ്ട, ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. പിന്നെ വയർലെസ് ചാർജർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഒബ്വിയസ്ലി സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം ഇതിനകത്ത് വരുന്നുണ്ട്. അതല്ലാതെ നേരത്തെ ഉണ്ടായിരുന്ന 8 ഇഞ്ചസിന് ഇൻഫോർടൈൻ സിസ്റ്റം, ഓട്ടോ AC, പിന്നെന്താ നമ്മുടെ സൺറൂഫൊന്നും ഇപ്പോഴും ഇതിൻ്റെ അകത്ത് കിട്ടുന്നില്ല. വെന്റിലേറ്റഡ് സീറ്റൊക്കെ ഉണ്ട്. വേണമെങ്കിൽ റിയർ വെന്റിലേറ്റഡ് സീറ്റും കൂടെ കൊടുക്കാമായിരുന്നു. ഈ പ്രൈസിലൊക്കെ വരുന്ന വണ്ടിയാണല്ലോ, അതുകൊണ്ട് തന്നെ. പിന്നെ മൈലേജിൻ്റെ അകത്ത് തീർച്ചയായും നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. പക്ഷേ അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ 5 to 10% ഇമ്പ്രൂവ്മെൻറ്റ് ടൊയോട്ട തന്നെ പറയുന്നുള്ളൂ. അപ്പോൾ പിന്നെ അത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ. 12.7 kmph നേരത്തെ ഉണ്ടായിരുന്ന വണ്ടിയുടെ ക്ലെയിംഡ് മൈലേജ്. അതായത് ഇതല്ല മൈൽഡ് ഹൈബ്രിഡ് അല്ലാത്ത. ഇപ്പോൾ മൈൽഡ് ഹൈബ്രിഡ് ആയതിനു ശേഷം 13.25 kmph ആയിട്ടുണ്ട്. 0.5 kmph മൈലേജ് കൂടിയിട്ടുണ്ട്. വളരെ വലിയൊരു ഗെയിനാണ്. റിയൽ ലൈഫിൽ അത് എത്രത്തോളം വരും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ബാക്കി ഫീച്ചേഴ്സൊക്കെ എക്സാക്ട്ലി സെയിം ആണ്. പിന്നെ ഈ നിയോ ഡ്രൈവ് മോഡൽ അവരാകപ്പാടെ 2 വേരിയൻസിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതായത് 4x4 ഓട്ടോമാറ്റിക് വേരിയൻറ്റ് നോർമൽ ഫോർച്യൂണറും അതുപോലെ തന്നെ ലെജൻഡറിൻ്റെ 4x4 ഓട്ടോമാറ്റിക്കിലാണ് നമുക്കിത് കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങളുടെ നോർമൽ ഡീസൽ ഫോർച്യൂണർ 4x4 ഓട്ടോമാറ്റിക് നിയോ ഡ്രൈവ് എടുക്കുകയാണെങ്കിൽ 44.72 lakhs ആണ് അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അതേസമയം നിങ്ങൾ നിയോ ഡ്രൈവ് അല്ലാത്ത വണ്ടി എടുക്കുകയാണെങ്കിൽ 42.72 lakhs ആയിരുന്നു. അതായത് 2 ലക്ഷം രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് കൂടിയിരിക്കുന്നത്. ഈ 2 ലക്ഷം രൂപയ്ക്ക് അഡീഷണൽ കൂടുതൽ കൊടുത്ത് എടുക്കാൻ മാത്രം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടം. എന്തായാലും കുറച്ചുകൊണ്ട് എടുക്കുമ്പോൾ ഈ വില നിങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഹൈബ്രിഡ് ആണെങ്കിലും അല്ലെങ്കിലും, അതായത് മൈൽഡ് ഹൈബ്രിഡ് ആണെങ്കിലും അല്ലെങ്കിലും എത്രത്തോളം ആൾക്കാർ ഇത് ബാധിക്കും എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഇനി അതെല്ലാം നിങ്ങൾ ഫോർച്യൂണറിൻ്റെ ലെജൻഡർ 4x4 ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 50.09 lakhs ആണ്. ഓക്കെ, അതും 2 lakhs തന്നെയാണ് എക്സ്ഷോറൂം പ്രൈസിൽ വ്യത്യാസം വന്നിരിക്കുന്നത്. എക്സ്ഷോറൂം പ്രൈസ് 2 lakhs ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഓൺ റോഡ് ഏകദേശം ഒരു 2.5-3 അടുത്ത് വരെയൊക്കെ ഡിഫറൻസ് വരാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ ഇതിൻ്റെ ഇപ്പോഴും റേഞ്ച് സ്റ്റോപ്പിംഗ് മോഡൽ GR Sport ആണ്. അത് 4x4 ഓട്ടോമാറ്റിക്കലി മാത്രമേ കിട്ടുന്നുള്ളൂ. 51.94 lakhs ആണ് അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. അതിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. പിന്നെ ആ വണ്ടിയിൽ അവർ നിയോ ഡ്രൈവ് മോഡൽ കൊടുത്തിട്ടില്ല. അതിപ്പോഴും നോർമൽ ഡീസൽ പവർ ട്രെയിനിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. എനിവേ ഇവരിപ്പോൾ ഈ വണ്ടി ഇറക്കിയതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ
ഒന്നും ചെയ്യാത്തതിലും നല്ലതല്ലേ എന്തെങ്കിലും ചെയ്യുന്നത് എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂവിൽ ആലോചിക്കുമ്പോൾ കുഴപ്പമില്ല. അല്ലാതെ നോക്കുകയാണെങ്കിൽ എന്തായാലും ഇത്രയും പൈസ കൊടുത്ത ആൾക്കാർ ഇപ്പോഴും ഫോർച്യൂണർ വാങ്ങുന്നുണ്ട്. അവർക്ക് മൈൽഡ് ഹൈബ്രിഡ് വേണം, 0.5 kmpl മൈലേജ് കൂടണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അങ്ങനെ നോക്കുമ്പം വലിയ സെൻസ് ഇതുണ്ടാക്കുന്നില്ല എങ്കിലും അറ്റ്ലീസ്റ്റ് അവർ എന്തൊക്കെയോ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ശരിക്കും വേണ്ടത് ജനറേഷൻ മാറ്റമായിരുന്നു, അല്ലെങ്കിൽ മൊത്തത്തിലുള്ളൊരു ഫീച്ചേഴ്സിൻ്റെ ഓവർഹോൾ കൊടുക്കണം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പാനോറാമിക് സൺറൂഫ്, അതുപോലെ വേണമെങ്കിൽ ബാക്കിൽ വെന്റിലേറ്റഡ് സീറ്റ്സ് കൊടുക്കാം. അങ്ങനെയൊക്കെ കുറച്ച് ഫീച്ചേഴ്സും കൂടെ കൂടുതൽ കൊടുത്തിരുന്നത്, ഒരു ബിഗർ ഇൻഫോർടൈം സിസ്റ്റം തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ് ഈ വണ്ടിക്ക് സത്യത്തിൽ വേണ്ടത്. എന്തായാലും നമുക്ക് നോക്കാം ഇനിയിപ്പോൾ ഇതിൻ്റെ പുതിയ ജനറേഷൻ മോഡൽ എന്നത്തേക്കാണ് വരാൻ പോകുന്നത്, അതിൻ്റെ അകത്ത് ഇവർ എന്തെങ്കിലുമൊക്കെ മാറ്റുമെന്നൊക്കെ ഉള്ളത്. അത് ചിലപ്പം ഹൈക്രോസ് പോലെ ആവാനാണെങ്കിൽ ഹൈബ്രിഡ് ആവും, ഫുൾ പെട്രോളിൽ തന്നെ സ്ട്രോങ് ഹൈബ്രിഡ് ആവും. ഏതായാലും നിങ്ങൾക്ക് ഇതിലെ ഉള്ള അഭിപ്രായം എന്താണ് എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. അതുപോലെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് ചെക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് തീർച്ചയായും ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.